ദിനുവയിൽ ഇപ്പോൾ തന്ത്രിമാർ പറയുന്ന ഒരു കാര്യം, കൂടൽമാണിക്യം ദേവസ്വം നിയമത്തിന്റെ ലംഘനമാണ് കഴകം തസ്തിക നിയമനത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ കഴകം, മേൽശാന്തി, കീഴ്ശാന്തി, മൂസ് ഈ കാര്യങ്ങളിൽ നിയമപ്രകാരം തീരുമാനമെടുക്കാനുള്ള അവകാശം തന്ത്രിമാർക്കാണ് എന്നിവർ പറയുന്നു. ഇനി വാര്യർ സമാജം പറയുന്നത് പാരമ്പര്യ കഴകക്കാരെ സംരക്ഷിക്കണം, അവർക്ക് ജാതിയല്ല അവരുടെ അവകാശമാണ്. ഒരു ദിവസം അവരോട് പെട്ടെന്ന് നിങ്ങൾക്കിനി ജോലിയില്ല എന്ന രൂപത്തിൽ പറയുകയായിരുന്നു എന്നാണ് പറയുന്നത്. അവർ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ അതിൽ ഹിയറിംഗ് വരുന്നതിൻ്റെ ദിവസത്തിൻ്റെ തൊട്ട് അടുത്ത ദിവസം തിരക്ക് പിടിച്ച് ആളെ നിയമിക്കുകയായിരുന്നു എന്നാണ് അവരുടെ ഒരു വാദം. ഇതിനോട് എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്? രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ഇത് ജാതീയത അല്ല എന്ന് വിശ്വസിക്കാതിരിക്കാനുള്ള ഏക കാരണം എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ വളരെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: ഞങ്ങളോട് ചെയ്യുന്ന അനീതി ഞങ്ങളെങ്കിലും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ മണ്ടന്മാരാണെന്ന് കരുതില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഞങ്ങളെ കീഴാളുകളാക്കുന്ന ഒരു വ്യവസ്ഥയെ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഇവിടെ ഉള്ള ഭൂരിഭാഗ സമുദായാംഗങ്ങൾ എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. നോക്കൂ, ഒരു കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിലേക്ക് ഇത്തരമൊരു തസ്തിക പോകുന്നതിന് മുമ്പ് 2 മാസക്കാലം കാരായ്മ പ്രകാരം പാരമ്പര്യ കഴകവും പിന്നീടുള്ള 10 മാസം നേരിട്ട് കഴകം നടത്തുകയും ബാക്കിയുള്ള 2 മാസത്തിനകത്ത് ഇവർക്ക് മറ്റ് ഒഫീഷ്യൽ ഡ്യൂട്ടീസ് കൊടുക്കാം എന്നുള്ളൊരു രീതിയിലാണ് ആദ്യഘട്ടത്തിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ നയം വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ബോർഡിലേക്ക് ഇത് വിടുന്ന സമയത്ത് എന്ത് രീതിയിലുള്ള അലിഗേഷൻസ് ആണ് ഈ തന്ത്രിമാർക്ക് ഉണ്ടായിരുന്നത്? ആ സ്റ്റേജിൽ എപ്പോഴെങ്കിലും ഇവർ മാറി നിന്നുകൊണ്ട് ഞങ്ങൾ തൊഴിലിൽ നിന്ന് മാറി നിൽക്കുന്നു, ഈ തൊഴിലിലേക്ക് മറ്റാരെങ്കിലും കടന്നു വരുന്നത് കാരായ്മ സമ്പ്രദായത്തിന് എതിരാണ് എന്നുള്ള എന്തെങ്കിലും രീതിയിലുള്ള വാദം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. അവർ വിശ്വസിച്ചിരുന്നത് അലിഖിത നിയമങ്ങൾ പറയുന്ന പോലെ തന്നെ കൃത്യമായി അങ്ങോട്ടേക്ക് സവർണ ജാതി സമൂഹങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുമെന്ന വിശ്വാസം തെറ്റിച്ചുകൊണ്ട് ഈഴവ സമുദായത്തിൽ നിന്ന് ഒരാൾ വന്നപ്പോഴാണ് ഇവർ വിട്ടു നിൽക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. നോക്കൂ, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അവർക്ക് ഇനാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ കാര്യങ്ങൾ ചാലഞ്ച്മെന്റിലേക്ക് പോകാമായിരുന്നു. ഇത്തരം കാര്യങ്ങൾക്കൊന്നും പോവാതെ അടിസ്ഥാനപരമായി ഇവിടെ നടന്നിട്ടുള്ളത് ഒരു സോഷ്യൽ റിലീജിയസ് ഡിസബിലിറ്റി ഈ പറയുന്ന വ്യക്തിക്കെതിരെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഉണ്ടാക്കാൻ പോകുന്ന ട്രോമ കൊണ്ടാണ് ആ വ്യക്തി ഇന്ന് പറയുന്നത് ഞാൻ ഇന്ന് ഈ ജോലിക്ക് വരില്ല എന്നുള്ളത്. രണ്ടാമത്തേത്, ഇത് ഹിന്ദു മതത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുകയാണ്, ഹിന്ദു മതത്തെ കീറിമുറുക്കിയൊക്കെയാണെന്നാണ് രാഹുൽ ഈശ്വറിൻ്റെ വാദം എന്ന് പറയുന്നത്. വിശാല ഹിന്ദു ഐക്യത്തെ ആരാണ് കീറിമുറിച്ചിട്ടുള്ളത്? നോക്കൂ, ഈ പാരമ്പര്യവാദത്തിനൊരു ഹിസ്റ്ററി ഉണ്ട്. കുഴിക്കാട്ട് പച്ചയുടെ 10ാം മണ്ഡലത്തിൽ പറയുന്നു, മതിൽക്കകത്ത് ബൗദ്ധന്മാരും വെള്ളക്കാരും പറയർ പുരയർ അറയൻ ഇങ്ങനെ തീണ്ടലുള്ള ജാതിക്കാർ കയറിയാൽ അശുദ്ധമായി, ബലിവട്ടത്ത് ആശാരി കല്ലാൻ മൂശാരി ഇവർ കയറിയാൽ അയിത്തമായി, 4ാം അമ്പലത്തിനകത്ത് പതിതന്മാർ കയറരുത്. ഇങ്ങനെ ഹിന്ദുമതത്തെ വിഭജിച്ച് കിടക്കുന്നത് കുഴിക്കാട്ട് പച്ച പോലുള്ള ഗ്രന്ഥങ്ങളാണ്. തന്ത്ര സമുച്ചയത്തിൻ്റെ 10ാം അധ്യായത്തിൽ 2ാം ശ്ലോകം പറയുന്നു, ക്ഷേത്രത്തിൽ പതിതർ പ്രവേശിക്കുന്നത് അശുദ്ധി ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആരാണ് ഈ വയലൻസിനെ ഇൻസ്റ്റിറ്റേറ്റ് ചെയ്തത്? ഈ വയലൻസിനെ ഇൻസ്റ്റിറ്റേറ്റ് ചെയ്തത് ഒരുപക്ഷെ ശിവഗിരി മഠമോ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമ ചർച്ച നടത്തുന്ന ആളുകളല്ല. കൃത്യമായി കഴക ജോലിക്ക് ആര് വരണം എന്നുള്ള അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പറയുന്നത് ഈ കഴക ജോലികൾക്കകത്തേക്ക് ഈ നാട്ടിലെ പതിത ജനവിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ വരരുതെന്നാണ് പറയുന്നത്. എന്താണ് ഒരു പിശാരടിയും ഒരു ഈഴവനും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞാൻ ചോദിക്കുകയാണ്. എന്ത് മെറിറ്റിൽ എന്ത് വ്യത്യാസമാണ് ഈ 2 മനുഷ്യന്മാർ തമ്മിലുള്ളത്? 2 പേരും മനുഷ്യരായി മാത്രമേ കാണുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഒരു മനുഷ്യനെയും കീഴാളനാക്കുന്ന ഒരു വ്യവസ്ഥയിൽ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ലെന്നേ. ആർട്ടിക്കിൾ 13 എന്താണ് പറയുന്നത്? അഭിഭാഷകൻ കൂടിയല്ലേ രാഹുൽ ഈശ്വർ? വളരെ കൃത്യമായി കൊണ്ട് കസ്റ്റം, യൂസേജ് ഇത്തരം കാര്യങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന് വിരുദ്ധമാണെങ്കിൽ കൃത്യമായി അവ മാറ്റപ്പെടണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 25 6ാം ഘടകത്തിൽ പറയുന്നു, ഇത്തരത്തിലുള്ള എല്ലാ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാ തരത്തിലുള്ള ഈ ഹിന്ദു മതത്തിനകത്ത് ആളുകൾക്ക് വേണ്ടി ഓപ്പൺ അപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് എനിക്ക് അറിയാൻ സാധിച്ച മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് എത്രത്തോളം ഫാക്ച്വൽ ആണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തേണ്ടതാണ്. എന്നാൽ പോലും ഞാനിത് ഷെയർ ചെയ്യുകയാണ്. അവിടെ ഒരു അലിഖിത നിയമം കൂടെ ഉണ്ട്. ഈ താമരമാല കഴിഞ്ഞാൽ മാല കെട്ടുന്നതിന് തൊട്ട് മുമ്പ് തീർത്ഥക്കുളത്തിനകത്ത് ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ പോയി മുങ്ങണം എന്നാണ് പറയുന്നത്. മുങ്ങി നനഞ്ഞു നിവരണം എന്നാണ് പറയുന്നത്. ഞാൻ അറിഞ്ഞെടുത്തോളം അവിടെ ഉണ്ടായിരുന്ന ചില പ്രതിനിധികളിൽ നിന്ന് തന്നെ അറിഞ്ഞെടുത്തോളം അത്തരം ഒരു കുളത്തിനകത്തേക്ക് ഈഴവ സമുദായത്തിൽ ഒരാൾ മുങ്ങി നിവരുന്നതിൻ്റെ പ്രശ്നം കൂടി ഇവർക്കുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അവിടെ ആലടക്കമുള്ള എന്തെങ്കിലും സാധനങ്ങൾ മുറിക്കണമെങ്കിൽ പോലും പിശാരടി സമുദായത്തിൽപ്പെട്ട ആളുകളെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അതിനീചമായിട്ടുള്ള
അൺടച്ചബിലിറ്റി ഭരണഘടനാപരമായി നിരോധിച്ചിട്ടുള്ള ഒരു രാജ്യത്തിരുന്നാണ് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ജാതി അയിത്തമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനും രാഹുൽ ഈശ്വറും മാത്രമല്ല. നാട്ടിനകത്തൊരു നിയമവ്യവസ്ഥയുണ്ട്. സിവിൽ റൈറ്റ് ആക്ട് പ്രകാരം ഈ തന്ത്രിമാർക്കെതിരെ കേസെടുക്കണം. തന്ത്രിമാർക്കെതിരെ കേസെടുത്തുകൊണ്ട് ഇതിനകത്ത് അൺടച്ചബിലിറ്റിയും സോഷ്യൽ അൺടച്ചബിലിറ്റി അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി തന്നെ വെളിപ്പെടുത്തേണ്ട സാധനമാണ്. ഒരു കാരണവശാലും പണ്ട് കാലത്ത് ഒരുപക്ഷെ കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ വഴിയോരങ്ങളിൽ നടക്കാൻ വേണ്ടിയുള്ള അനുവാദം ഞങ്ങളടങ്ങുന്ന സമുദായങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇന്ന് കാസ്റ്റ് ഒളികാർക്ക് ഞങ്ങളെ പുറത്തു നിർത്തുന്നുണ്ടെങ്കിൽ അതിനോട് ഒരു രീതിയിലുള്ള സമവായത്തിനും ഞങ്ങൾ തയ്യാറല്ല. പിന്നെ മന്ദമാരുതൻ പോലെ ജാതീയ വ്യവസ്ഥയ്ക്കെതിരെ വന്നു. വില്ലുവണ്ടിയൊക്കെ ഓടിച്ചത് മന്ദമാരുതനായിട്ടാണല്ലോ. പഞ്ചമിയെ സ്കൂളിൽ കയറ്റിയത് മന്ദമാരുതനായിട്ടാണല്ലോ. തങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, റിലീജിയസ് ഓപ്പർച്യൂണിറ്റി കിട്ടാത്തപ്പോൾ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് മന്ദമാരുതനായിട്ടാണല്ലോ. അപ്പോൾ എല്ലാ കാലത്തും കൃത്യമായി വയലൻസ് ഇൻസിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെതിരെ കൃത്യമായിട്ടുള്ള ഞങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വേണം, റിലീജിയസ് ഫ്രീഡം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ സമരങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെയും പൊയ്കയിലപ്പച്ചൻ്റെയും ആത്മാ അയ്യങ്കാളിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെ പേരാൻ തന്നെയാണ് ഞങ്ങളടങ്ങുന്ന ജനസമൂഹം തീരുമാനിച്ചിട്ടുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.